എന്തായാലും പോയി വീഡിയോയുടെ അൺബോക്സിങ്. എനർജി ലോ ആവുന്നുണ്ടല്ലോ. ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. എനിക്കറിയാം ഞാൻ കുറേ നാളായി ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ഉണ്ടാവില്ല, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനാണ് പ്ലാൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു കുഞ്ഞൻ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ്. പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രോഡക്റ്റ്. ഓക്കെ, DJ Osmo Nano. എനിക്ക് തോന്നുന്നു ഇതങ്ങനെ ആരുടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇത് റീസെൻ്റായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള DJയുടെ ഒരു പ്രൊഡക്റ്റാണ്. Insta360 പോലെ 360 ഒന്നും അല്ല, ഇതൊരു കുഞ്ഞൻ ക്യാമറയാണ്. ആക്ച്വലി ഇതെന്താണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, അൺബോക്സിങ് ആൻഡ് മാനുവൽ ഫങ്ഷൻസ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഈ വീഡിയോ അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിരിക്കും, നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. അൺബോക്സിങ് വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് പോയോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇതിൻ്റെ അക്സസറീസ് ഒക്കെ പറയാം നമുക്ക്. ഓക്കെ, ബൈ. ബാക്ക് ടു വീഡിയോ. ഇത്രയേ ഉള്ളൂ ക്യാമറ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡോക്കും വരുന്നുണ്ട്. ഇതിനെയാണ് ഡോക്ക് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് മാഗ്നറ്റിക് ആയിട്ട് ക്ലിപ്പ് ചെയ്യേണ്ടതാണ്. ഈ സൈഡിലൊരു ക്ലിപ്പിംഗ് ഉണ്ട്, ഇതാണ് ക്ലിപ്പിംഗ്. ഈ ക്ലിപ്പിംഗ് നമുക്ക് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ DJ Osmo Nano. സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ മാനുവൽ ഫങ്ഷനും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്കിനി ഒന്ന് ഓണാക്കി കണ്ടാലോ. ഇതാണ് സംഭവം. ഇത് നമുക്ക് ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഫ്രണ്ടിലെ ഷോട്ട് എടുത്തിട്ട് നമുക്ക് ബാക്കിൽ ഡിസ്പ്ലേയിലൂടെ കാണാൻ പറ്റും. എന്നാൽ ഇത് തിരിച്ച് എനിക്കാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ സെൽഫി വീഡിയോ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. കണ്ടോ, സെൽഫി ആയിട്ട് ഷൂട്ട് ചെയ്യാം. ഇത് നമുക്ക് എങ്ങനെ വേണോ വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം. കണ്ടോ, അത്രയ്ക്കും കോമ്പാക്റ്റബിൾ ആണ് ഇത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള അക്സസറീസ് എന്താണെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ കൂടെ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന കേസാണ്. ഈ കേസ് നമുക്ക് ഇതിലിട്ട് യൂസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേസ് ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡായിട്ട് ഇരിക്കും. ഇതാണ് കേസ്. കണ്ടോ, ഭയങ്കര ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് കേസാണ്. ക്യാമറ സേഫായിട്ടിരിക്കും. നമുക്ക് മെയിൻലി എനിക്ക് പറയാനുള്ള ഒരു ടിപ്പായിട്ട് കുട്ടിക്കോ, ടിപ്പല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു സംഭവമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഈ 3 അക്സസറീസുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, ഇത് ചെയിൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിത് എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 2 നോബിനെ പിടിച്ച് ഞാൻ വലിച്ചാൽ മതി. നമ്മൾ ഇടുവാണേ. ഭയങ്കര മാഗ്നറ്റാണ്, മൈക്കൊക്കെ തൊട്ട് പോകും. അപ്പോൾ ജസ്റ്റ് ക്യാമറ എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതല്ലാണ്ട് നമുക്ക് ഈ മാല ഇൻവിസിബിളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഊരിട്ട് തന്നെ ഇങ്ങനെ യൂസ് ചെയ്ത് നമുക്കിപ്പോൾ എനിക്കാണെങ്കിൽ ക്യാമറയുടെ BTSും കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം. ഡോണ്ട് വറി. അപ്പോൾ ഗൈസ്, അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഇത് ഗ്ലാസ്സിലും കാറിലും ഫ്ലാറ്റ് സർഫസിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്ലഗിങ് ആണ്. ഓക്കെ, ഇത് നമുക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ ഇത് പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയില്ല. ബിക്കോസ് ഇതിൻ്റെ ഈ താഴത്തെ അഡാപ്റ്റർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മാഗ്നറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ മാഗ്നറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ ടൈപ്പ് ഓഫ് മാഗ്നറ്റില്ല. അപ്പം ഇങ്ങനത്തെ വരുന്ന ട്രൈപോഡിന് ഇങ്ങനത്തെ വരുന്ന സ്റ്റിക്കിന് അറൗണ്ട് 3500 ഒക്കെ ആവുന്നുണ്ട്. സോ ഞാനത് വാങ്ങിച്ചില്ല. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ടിപ്പാണ്, പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റിക്ക് വാങ്ങാതിരിക്കുക. ഓക്കെ, ഉലാൻസിയുടെ സ്റ്റിക്കാണ് അവരെനിക്ക് റെഫർ ചെയ്തത്, അത് വാങ്ങാതിരിക്കുക. ഇത് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ കൂടെ കിട്ടും. ഈ താഴത്തെ ഈ കപ്പുണ്ടല്ലോ, ഇത് നമുക്ക്
റീപ്ലേസബിൾ ആണ്, നമുക്കിത് ഊരി മാറ്റാം. ഇത് സെപ്പറേറ്റ് നമ്മളിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങുന്ന എന്തെങ്കിലും ഒരു ആക്സസറീസ് നമുക്കിതിൽ കണക്ട് ചെയ്യാം. പിന്നെ വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാറ്റ് ക്ലിപ്പാണ്. കണ്ടോ, ഈ ഹാറ്റിൽ ഇവിടെ കണക്ട് ചെയ്യുക, ഈ സംഭവം ഇങ്ങനെ ആക്കുക. അതുപോലെ തന്നെ ഇത് നമുക്ക് ചെയിനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ചെയിനിലും ഇത് ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വയ്ക്കാൻ പറ്റും. കണ്ടോ, ഡൗൺ ഷോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിതാ ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ സെപ്പറേറ്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻവിസിബിൾ സ്റ്റിക്ക്. ഇത് നമുക്ക് Insta360 ഒക്കെ കണക്ട് ചെയ്യാം. ഇത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ കപ്പ് ഊരുക, ഇതിൽ കണക്ട് ചെയ്യുക, ക്യാമറ എടുക്കുക, കണക്ട് ചെയ്യുക, സ്റ്റിക്ക് റെഡി. വെറുതെ 3000-2000 ഒന്നും കൊണ്ട് കളയാണ്ട്, ഇത് വെറും 800 രൂപ എന്തേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. നീളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താ കണ്ടോ, ഇത്രയും നീളം വരുന്നുണ്ട്. കണ്ടോ, അപ്പം ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമുക്കിനി എന്തെങ്കിലും ട്രൈപോഡിൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നോർമൽ ട്രൈപോഡ് ഉണ്ടല്ലോ, ബേസ് മാത്രമായിട്ട് വാങ്ങിയിട്ട് ഇതാ ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒരു നോബിൽ സ്ക്രൂ ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. വെറുതെ പൈസ കളയത്ത് സ്റ്റാൻഡ് വാങ്ങിയിട്ട് ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുള്ളായിരിക്കും. ഇനി ഞാൻ ക്യാമറയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ കുഞ്ഞനെന്നാണ് വിളിക്കുന്നത്. വിത്ത് കേസാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. കേസ് അത്യാവശ്യം ക്വാളിറ്റിയാണ്, കേസ് ഇട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മറന്നുപോയി പറയാം. നമുക്ക് ഇതിൻ്റെ കൂടെ കണ്ടോ, ഇതൊരു ലെൻസ് ഇട്ടിട്ടുണ്ട് അവർ. ഇത് അണ്ടർ വാട്ടർ 10 മീറ്റർ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സെപ്പറേറ്റ് വേറെ ഇതിൻ്റെ കൂടെ വാങ്ങുന്ന ND ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ട്. കണ്ടോ, അണ്ടർ വാട്ടർ കൊണ്ടുപോയാൽ കുഴപ്പമില്ല. നമ്മൾ ND ഫിൽറ്റേഴ്സോ വേറെ എന്തെങ്കിലും ഫിൽറ്റേഴ്സ് ഇട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ പാടായിരിക്കും. സോ അണ്ടർ വാട്ടറൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവർ തരുന്ന ലെൻസ് ഇട്ട് തന്നെ വീഡിയോസ് എടുക്കുക. IPX4 വരുന്നുണ്ട്. ഇത് വാങ്ങിച്ചപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു നോബും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിത് വേണമെങ്കിൽ സൈക്ലിംഗ് ചെയ്യാനും സൈക്കിളിലൊക്കെ വയ്ക്കാനും കുറച്ചും കൂടി യൂസാണ്. കണ്ടോ, വേറൊരു ക്ലിപ്പിംഗ് ആണെങ്കിൽ. പക്ഷേ ഇതിവിടെ പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞു സോറി ഗൈസ്. ഇനി ഞാൻ ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, മാക്സിമം നിങ്ങൾ വാങ്ങുന്നെങ്കിൽ സൈസ് 128 GB വാങ്ങാൻ ശ്രമിക്കുക. 64 വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ ഒരു മെമ്മറി കാർഡ് ഇടേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇതിൽ മൈക്രോ SD കാർഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഡോക്കിൽ വേണം നമ്മൾ മൈക്രോ SD കാർഡ് ഇടേണ്ട. SD കാർഡ് ഇടേണ്ട സ്ലോട്ട് വന്നിട്ട് ഇതാണ്. കണ്ടോ, C ടൈപ്പ് ചാർജിങ്ങും ഉണ്ട്, മൈക്രോ SD ഉണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഓവറോൾ പ്രൊഡക്റ്റിൻ്റെ ലുക്ക് ആൻഡ് ആക്സസറീസ്. ഓക്കെ, ദിസ് മച്ച്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ മാനുവൽ ഫങ്ഷൻ ആൻഡ് ഇതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഡോക്ക് മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്യാമറയിൽ വേറെ ചാർജിങ് പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ചാർജ് ചെയ്യുന്നത് ഇതാ ഇവിടെയാണ്. കണ്ടോ, ഇവിടെ ഒരു നമുക്ക് SSD ഇടാം, ഒരു C ടൈപ്പ് ചാർജിങ്ങും ചെയ്യാം. SSD വന്നിട്ട് മൈക്രോ SSD ആണ് വരുന്നത്. നോർമലി ക്യാമറ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 90 മിനിറ്റ്സ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ടോട്ടൽ ഇത് രണ്ടും കൂടി ആണെങ്കിൽ നമുക്ക് 200 മിനിറ്റ്സ് അറൗണ്ട് ഷൂട്ടിംഗ് ടൈം കിട്ടുന്നുണ്ട്. ഇന്റേണൽ മെമ്മറി വരുന്നത് ക്യാമറയുടെ അകത്താണ്. നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ക്യാമറയുടെ ഇൻ്റർഫേസ്. ഇതിൽ നമുക്ക് തന്നെ ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്, സൂപ്പർ നൈറ്റ് മോഡുണ്ട്, സ്ലോ മോഷൻ ഉണ്ട്, ടൈം ലാപ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എത്ര ടൈം വേണോ ഷൂട്ട് ചെയ്യാം എന്ന് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വിഷ്വൽ പ്രിവ്യൂ ചെയ്യാനും, ഇത് വിഷ്വൽ പ്രിവ്യൂ ചെയ്യാം. നമ്മൾ എടുത്ത എടുത്തതിൻ്റെയൊക്കെ പ്രിവ്യൂ നമുക്കിതിൽ കാണാൻ പറ്റും. താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിൻ്റെ റെസൊല്യൂഷനും FPS നമുക്ക് കാണാൻ പറ്റും. റെസൊല്യൂഷൻ വന്നിട്ട് നമുക്ക് 1080 തൊട്ട് 4K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ FPS 24 to 60 FPS വരെ നമുക്ക് 2Kയിൽ കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ വീഡിയോ പ്രീ റെക്കോർഡിംഗ്, ലൂപ്പ് റെക്കോർഡിംഗ് വരുന്നുണ്ട്. വീഡിയോ എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റാൻഡേർഡ് വീഡിയോ നമ്മൾ നോർമലി റെക്കോർഡ് ബട്ടൺ അമർത്തുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. പ്രീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ഓൾറെഡി റെക്കോർഡിംഗ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ടൈം സെൻഡ് ചെയ്ത് 5 സെക്കൻഡാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രീ റെക്കോർഡിംഗ് ഓൺ ആക്കി ഇട്ടിട്ട് നമ്മൾ റെക്കോർഡ് ബട്ടൺ അമർത്തുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ റെക്കോർഡിംഗ് ബട്ടൺ അമർത്തുന്നത് അതിന് 5 സെക്കൻഡ് മുന്നേ ഇത് ക്യാപ്ചർ ചെയ്തത് ഇതാവും, സേവ് ആവും. ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ പോലെ റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് മാക്സിമം ഉണ്ട് 5 മിനിറ്റ്സ് ഉണ്ട്, 20 മിനിറ്റ്സ് ഉണ്ട്, 1 hours ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഓൾഡ് ഫുട്ടേജ് ക്ലിയർ ചെയ്ത് പുതിയ ഫുട്ടേജ് റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ലൂപ്പ് റെക്കോർഡിംഗ്. പിന്നെ ഇത് ആസ്പെക്ട് റേഷ്യോ ആണ്. RS/STD എന്ന് വരുന്നുണ്ട്, ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതെടുക്കുമ്പോൾ ഇത് മെയിനായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ DRAP ആണ്. ഓക്കെ, അതിൽ റാപ്പ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്, വൈഡ് ഉണ്ട്, അൾട്രാ വൈഡ് വരുന്നുണ്ട്, ബാലൻസും വരുന്നുണ്ട്. ബാലൻസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ, ഹൊറിസോണ്ടലി വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. വോളിയം താഴോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈല് കസ്റ്റമൈസ് ചെയ്ത്, പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ബട്ടണും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. മൈക്ക് DJയുടെ മാത്രം മൈക്ക് മാത്രമേ ഇതിൽ യൂസ് ആവത്തുള്ളൂ. അത്യാവശ്യം ഇതിൽ തന്നെ വോയിസ് ക്വാളിറ്റി ഉണ്ട്. മൈക്ക് ഇതാ ക്യാമറയിൽ നമുക്കിതാ ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്, ഇവിടെ 2 മൈക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് മൈക്ക് കിട്ടുന്നത്. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വോയിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിത് വോയിസ് കൺട്രോൾ ഓൺ ആക്കുകയാണെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറയുമ്പം ഇത് നോർമലി സ്റ്റാർട്ട് ചെയ്യും വീഡിയോ. ഇത് നമുക്ക് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. സിംഗിൾ റെക്കോർഡിംഗ് ടൈം 30 സെക്കൻഡ്, ഇൻ്റർവൽ 5 മിനിറ്റ്സ്. ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. മെയിനായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാം, ഇതാണ് SD കാർഡിൻ്റെ. SD കാർഡ് ഇട്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഇതിൽ SD കാർഡ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് SD കാർഡിൽ ഇത് സേവ് ആവത്തില്ല വിഷ്വൽസ്. ആദ്യം ഈ ക്യാമറയുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ റെക്കോർഡ് ആയതിനു ശേഷം മാത്രമേ നമ്മുടെ SD കാർഡിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് മാറ്റണം. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഓട്ടോയിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ എല്ലാം ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പ്രോ മോഡിലോട്ടാക്കാം. നമുക്ക് ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പോഷർ ഓട്ടോയിലാണ് ഇട്ടേക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മാനുവലി കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. എക്സ്പോഷർ എത്ര ലിമിറ്റ് വേണം എന്ന് നമുക്ക് വയ്ക്കാൻ പറ്റും. നമുക്കിത് മാനുവലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷട്ടറും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വൈറ്റ് ബാലൻസിങ് ആണ്. ഇത് നമുക്ക് മാനുവലിയും ഓട്ടോയിലും ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇത് ഓട്ടോയിൽ ഇടുന്നതായിരിക്കും ഞാൻ പറയുന്നത്. കാരണം നമ്മൾ മാനുവലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നത് നമ്മളിത് മറന്നു പോവുകയാണെങ്കിൽ മാനുവലി ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇൻഡോർ വല്ലതും നിൽക്കുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ കുഴപ്പമില്ല. ഓക്കെ, ബട്ട് ഔട്ട്ഡോർ നമ്മൾ പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ടിൻറ്റഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഓട്ടോ വൈറ്റ് ബാലൻസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കളർ നമുക്കിതിൽ 8 ബിറ്റിലും വീഡിയോ ഷൂട്ട് ചെയ്യാം, 10 ബിറ്റിലും ഷൂട്ട് ചെയ്യാം, ലോഗിൽ ഷൂട്ട് ചെയ്യാം. ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോണിയുടെ ക്യാമറയിലൊക്കെ ലോഗിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് കളർ സെറ്റ് ചെയ്യാൻ പറ്റും. കളർ എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടി കളർ കറക്ഷനൊക്കെ ചെയ്യുന്നതിൽ ഡീലോഗ് അടിപൊളിയാണ്. ഇത് നമുക്ക് പ്രൊഫൈലാണ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് പോകുമ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഇതുണ്ട്. എഡിറ്റിംഗ് ഉണ്ട്, ഡൈവിങ് ഉണ്ട്, സർഫിംഗ് ഉണ്ട്, വ്ളോഗ് ഉണ്ട്. മോഡും കൂടി ആഡ് ആവും. കണ്ടോ, ഒരു പ്രീസെറ്റ് പോലെയാണ്. നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വ്ളോഗ് എടുത്തോ വ്ളോഗിങ് പറഞ്ഞിട്ട് അങ്ങിടാം. കുറച്ച് വിഷ്വൽസ് എടുത്തത് ഞാൻ ആഡ് ചെയ്യാം, കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതിൻ്റെ മാനുവൽ ഫംഗ്ഷനും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. എനിക്കറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഇത്രയും നേരം ഈ വീഡിയോ ഇരുന്ന് കണ്ട എല്ലാവർക്കും നന്ദി. കാരണം ഇത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. ഞാൻ ഇത് വെച്ചെടുത്ത കുറച്ച് BTS വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇവർ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. ഞാൻ മസ്റ്റ് ട്രൈ എന്നൊന്നും പറയില്ല, ബട്ട് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എന്നെ പോലുള്ളൊരു ഫോട്ടോഗ്രാഫേഴ്സിന് BTS എടുക്കാൻ വേറൊരാളുടെ ഹെൽപ്പ് വരുന്നില്ല. നമുക്ക് തന്നെ അത്യാവശ്യം ഇത് മാഗ്നറ്റാണ്. നമുക്ക് എവിടെയെങ്കിലും നമുക്ക് വച്ചിട്ട് നമുക്ക് അത്യാവശ്യം വീഡിയോസ് നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഉള്ളതിലിപ്പം നല്ലത് നോക്കിയിട്ട് ഇതാണ് എനിക്ക് കിട്ടിയത്. 360 സംഭവങ്ങളൊന്നും ഇല്ല, ബട്ട്
നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് കണ്ടതിൽ എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ വാങ്ങണമെന്ന് ഉദ്ദേശിച്ചത് Insta360 Go S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിരുന്നു. ഞാനത് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഇത് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച് വാങ്ങിച്ചതല്ല, പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ചോദ്യം പറച്ചിലൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു, എടുത്തു. ഇത്തിരി ബഡ്ജറ്റിൽ ഇച്ചിരി കൂടുതലാണെങ്കിലും പക്ഷേ Insta360യുടെ അത്ര ബഡ്ജറ്റില്ല. അത് വന്നിട്ട് Insta360 അല്ല, Insta360 Go S എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. മിനിയാണ്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി സൈസ് കുറവാണ്. ബട്ട് അതിൽ ഇൻറ്റേർണൽ SD കാർഡോ കാര്യങ്ങളോ ഇടാൻ പറ്റില്ല. ബാറ്ററി കുറച്ചും കൂടി പെട്ടെന്ന് തീർക്കും, അങ്ങനെയുള്ള ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു ഇതില്ല. അത്യാവശ്യം നമുക്ക് 1 ഡേ കവറേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോണിൽ തന്നെ ഡയറക്റ്റ് ഇതിനൊരു ആപ്പുണ്ട്, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, തച്ചിട്ട് ഭയങ്കര ഈസിയാണ്. ബട്ട് അതിൽ വന്നിട്ട് നമുക്ക് AI വീഡിയോ എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി നൈസ് പ്രൊഡക്റ്റാണ്. ഇത് DJയുടെ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാനുള്ള സബ്സ്ക്രൈബറോ കാര്യങ്ങളോ എനിക്കില്ല. ഓക്കെ, ഞാനിത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാർട്ടായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ ഇടാം എന്തായാലും ഉറപ്പായിട്ടും. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാവും, അത്യാവശ്യം BTS കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് അത്യാവശ്യം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്നല്ല, ഹെൽപ്പ് ചെയ്യും. ഇച്ചിരി ബഡ്ജറ്റ് കൂടുതലാണ്. ഞാൻ ബഡ്ജറ്റ് വീഡിയോ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറൗണ്ട് എനിക്ക് 37,000 വന്നിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ. ബട്ട് ഈ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വിഷ്വൽസും നമുക്ക് ഡീലോഗിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും അത്യാവശ്യം നല്ല വിഷ്വൽ ഔട്ടും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. നിങ്ങൾ വാങ്ങിച്ച് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. ബട്ട് ഇപ്പോൾ ഞാൻ ആമസോണിൽ നിന്നൊന്നും വാങ്ങാൻ പറയുന്നില്ല. അത് തേർഡ് പാർട്ടി കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ കയ്യിലെത്തുന്ന. ഓതറൈസ്ഡ് ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും. ഓക്കെ, ബൈ. ഇതാണ് നീതു. നമ്മളൊരു ഡിജിറ്റൽ ക്യാമറയുടെ ബാറ്ററി തപ്പി ഇറങ്ങിയതാണ്, പക്ഷേ ബാറ്ററി കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നൈറ്റിൽ പോകണം വിഷ്വലും. ഇങ്ങനെ ഫ്രണ്ട് വരുമ്പോൾ ഇത് നോർമൽ വീഡിയോയിൽ ഇട്ടിട്ട് ചെയ്യുന്നതാണ്. സൂപ്പർ നൈറ്റ് മോഡിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വിഷ്വൽ കിട്ടുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയിലായിരിക്കും കിട്ടണേ. ക്യാമറ കാട് ഊരി മാറ്റാനും പറ്റില്ലല്ലോ. നല്ല ഓരോ ഫോട്ടോ ആയിരുന്നു. 1 2 3 ഗോ. ഡൗൺ ചെയ്ത് നോക്ക്. ബാക്ക് ഇട്ട് ഗ്രൗണ്ട്.